നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ ഇളക്കി മറിക്കാൻ നരേന്ദ്രമോദി. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു. പ്രകടന പത്രികയിൽ ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ആലത്തൂരിൽ സംസാരിച്ചത്. തൃശൂർ ആലത്തൂർ അടക്കമുള്ള 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനാണ് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയത്. ജനുവരി മുതൽ ഇത് 7ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത്. തൃശൂരിൽ ഇക്കുറി താമര വിരിയുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദക്ഷിണ ഭാരതത്തിലെ അയോധ്യയാണ് തൃപ്രയാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. പുണ്യഭൂമിയാണ് താൻ നിൽക്കുന്നത്, പുണ്യഭൂമിയിലാണ്. തൃപ്രയാർ, അതുപോലെ ഗുരുവായൂർ, വടക്കുന്നാഥൻ, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ പുണ്യഭൂമികളെ നമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. പൊതുപരിപാടിക്ക് മുൻപായി റോഡ് ഷോ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് വേദിയിലേക്ക് എത്തുകയായിരുന്നു. വേദിയിൽ പത്മജ വേണുഗോപാലും നടൻ ദേവൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. തൃശൂർ, ആലത്തൂർ അടക്കമുള്ള 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടായിരുന്നു. പുതുവർഷം കേരളത്തിന് മാറ്റത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. വിഷുദിനത്തിൽ, പുണ്യമായ വിഷുദിനത്തിലാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി വഴി 74 ലക്ഷം പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം തുടർന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ പരിപാടിക്ക് ശേഷം ആറ്റിങ്ങലിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ കാട്ടാക്കടയിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ജനുവരി ആരംഭിച്ചത് മുതൽ 7ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. കേരളം എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ നിരന്തരമായുള്ള സന്ദർശനം. മുൻപ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ദക്ഷിണേന്ത്യയിൽ, തെക്കേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിലെ പരിപാടിക്ക് ശേഷം തമിഴ്നാട്ടിലും പ്രധാനമന്ത്രിക്ക് ഇന്ന് പരിപാടിയുണ്ട്. തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അടുത്ത ദിവസവും നാളെയും അദ്ദേഹം തമിഴ്നാട്ടിൽ ഉണ്ടാവുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ താരപ്രചാരകരുടെ ഒരു നീണ്ട നിര തന്നെ ഇക്കുറി എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് BJP NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകൻ. പ്രധാനമന്ത്രിക്ക് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ സ്മൃതി ഇറാനി പലതവണ വന്നുപോയിരിക്കുന്നു. കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, എസ് ജയശങ്കർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ BJP NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്ത് വരും. അതേസമയം കൂടുതൽ സിനിമാ താരങ്ങളെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJPയും NDAയും ഇപ്പോൾ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ മുന്നൊരുക്കമുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കഴിഞ്ഞ ദിവസം നടി ശോഭന എത്തിയിരുന്നു. ശോഭന റോഡ് ഷോയിലും പങ്കെടുത്തു. സിനിമാ താരം മോഹൻലാലിനെ കൊണ്ടുവരാനുള്ള ശ്രമം NDA നടത്തുന്നു. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്തെ വേദികളിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ വിവിധ ഭാഷകളിലെ നടന്മാർ, സിനിമാ സംവിധായകർ, ഗായകരടക്കമുള്ള നിരവധി പേരെ വേദികളിൽ എത്തിച്ചുകൊണ്ട് വലിയ താരപ്രചരണത്തിനാണ് BJP ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിൽ എങ്ങനെയെങ്കിലും 2ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിച്ചേ തീരൂ. അതിൽ ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, അതുപോലെ തന്നെ ആലപ്പുഴ, അതുപോലെ പാലക്കാട്, നിരവധി പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളിലേക്ക് പരമാവധി പ്രധാന നേതാക്കൾ എത്തിക്കുക, അവിടെ പരമാവധി പരിപാടികളിൽ പ്രധാന വ്യക്തികളെ ക്ഷണിക്കുക, അവരെ പങ്കെടുപ്പിക്കുക, അവരുടെ വാക്കുകളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുക, ആ സ്വാധീനത്തിലൂടെ വോട്ട് സ്വന്തം പെട്ടികളിൽ നിറയ്ക്കുക. ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും BJPയുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. എന്തായാലും പ്രചരണത്തിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിൽ BJP മുൻതൂക്കം നേടി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് തിരുവനന്തപുരത്തായാലും, അതുപോലെ ആറ്റിങ്ങലിലായാലും, പത്തനംതിട്ടയിലായാലും, ആലപ്പുഴയിലൊക്കെ ആണെങ്കിലും പ്രചരണ രംഗത്ത് മുൻപന്തിയിലാണ് BJP. കാരണം കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP പല മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയതും പ്രചരണം ആരംഭിച്ചതും.
കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ പിന്തുണയുണ്ട്, കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ സംഘപരിവാർ സംഘടനകളുടെ കൃത്യമായ ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളിൽ കൃത്യമായി താഴെ തൊട്ട് മുതൽ ഏറ്റവും മുകളിൽ തട്ട് വരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അത് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലം BJPയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. ആ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അത്രത്തോളം ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും താഴെ തട്ടിൽ തന്നെ പ്രവർത്തനം ശക്തമായി നടക്കുന്നു. ബൂത്ത് തല പ്രവർത്തനങ്ങൾ, മണ്ഡലം തല പ്രവർത്തനങ്ങൾ, ജില്ലാ തലത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. ആ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരന് വേണ്ടി വോട്ട് തേടാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ആറ്റിങ്ങലിലെ പ്രചരണത്തിൻ്റെ വർണ്ണശോഭ കൂടും. ആറ്റിങ്ങലിൽ പ്രചരണം കൊഴിപ്പിക്കാനുള്ള എല്ലാ വിദ്യകളും എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് BJPയും NDA നേതൃത്വവും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള അടിക്കടിയുള്ള വരവ് ഒരിക്കലും വെറുതെയാകില്ലെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്. കൃത്യമായ തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും BJP നേരിടുന്നത്. തന്ത്രങ്ങളുടെ തമ്പുരാക്കന്മാരാണ് നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ളവർ. അപ്പോൾ അവർ കൃത്യമായി കേരളത്തിൽ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണത്തിനാണ് ഇപ്പോൾ BJP തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും ശക്തമായ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. ആ അടിയൊഴുക്കുകൾ BJPക്ക് അനുകൂലമാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് BJPയുടെ ദേശീയ നേതൃത്വം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ പരിപൂർണമായും മാറ്റിയെടുക്കുക, കാവ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യം എത്രമാത്രം സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പത്തനംതിട്ടയിലാണ് പ്രധാനമന്ത്രി ആദ്യമായി എത്തിയത്. പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. അനിൽ കെ ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത് തന്നെ. പിന്നാലെ അദ്ദേഹം എറണാകുളത്തെത്തി. അതിനുശേഷം അദ്ദേഹം പാലക്കാടെത്തി. C കൃഷ്ണകുമാറിന് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിച്ചു. ഇപ്പോഴിതാ ആലത്തൂരിലെത്തിയിരിക്കുന്നു. ആലത്തൂരിൽ കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിൽ 4 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. തൊട്ടു പിന്നാലെ അദ്ദേഹം കാട്ടാക്കടയിലേക്ക് എത്തുകയാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വമ്പിച്ച പൊതുപരിപാടിയിൽ അദ്ദേഹം സംസാരിക്കും. അവിടെ NDA സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങൽ മത്സരിക്കുന്ന വി മുരളീധരന് വേണ്ടി പ്രധാനമായും, തിരുവനന്തപുരത്തെ ലോക്സഭ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയും അദ്ദേഹം വോട്ട് ചോദിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകും. ഇന്നും നാളെയുമായി തമിഴ്നാട്ടിലും നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെക്കേ ഇന്ത്യയെ എത്ര ഗൗരവത്തോടു കൂടിയാണ് BJP കാണുന്നത് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഈ 5 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതിന് കാരണമുണ്ട്. BJPക്ക് സ്വന്തം നിലയിൽ 370 സീറ്റ് നേടണമെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് കൂടി കുറച്ച് സീറ്റുകൾ ആവശ്യമാണ്. 50 മുതൽ 60 വരെ സീറ്റുകൾ തെക്കേ ഇന്ത്യയിൽ BJP NDA സഖ്യം നേടിയാൽ BJP ഒറ്റയ്ക്ക് 370 സീറ്റും NDA സഖ്യം 400 സീറ്റും നേടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടിയുള്ള അടിത്തറ പാവുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമടക്കം BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി അത്ഭുതങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്.